അഭിവാദ്യങ്ങൾ. സോൾഡാറ്റ് സംഘടിപ്പിച്ച മനുഷ്യ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനുള്ള ഈ പരിപാടിക്ക് പെട്ടിപ്പാലത്തെയും പുന്നോലിലെയും ന്യൂമാഹിയിലെയും മുഴുവൻ ജനങ്ങളുടെയും പേരിൽ ഞാൻ ആദ്യമായി സമരാഭിവാദ്യങ്ങൾ, വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമാണ് നിങ്ങളുടെ ഈ പരിപാടി. നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഈ സമരം ആരംഭിച്ച അന്ന് മുതൽ ഒക്ടോബർ 31 മുതൽ തലശ്ശേരിയുടെ, കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ദിവസങ്ങളിലായി അവിടെ വന്ന് സമരപ്പന്തലിലിരിക്കുകയും ഞങ്ങൾക്ക് വെള്ളം തരികയും ഞങ്ങളോടൊപ്പം മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തവരാണ് നിങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളെ മറക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങളല്ലാത്ത ഒരു പാർട്ടി എന്ന നിലക്ക് ന്യൂമാഹിക്ക് പുറത്തു നിന്ന് ഞങ്ങളെ അഭിവാദ്യം ചെയ്യുവാൻ വന്നിട്ടില്ല. നിങ്ങൾ മാത്രമാണ്. ഞങ്ങളെന്നും നിങ്ങളോട് കടപ്പെട്ടവരാണ്. എന്റെ പുന്നോലിലെ പ്രിയപ്പെട്ട ഉമ്മമാർ എപ്പോഴും പറയുന്നുണ്ട്, ആ കുട്ടികളെ മറക്കരുത് എന്ന്. കാലത്ത് 5 മണിക്കും 2 മണിക്കും 3 മണിക്കും 4 മണിക്കുമൊക്കെ സമരക്കാർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പുന്നോലിലേക്ക് നടന്നും കാൽനടയായും മോട്ടോർ ബൈക്കിലും ബസ്സിലും കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ധീരപൂർവ്വം അണിനിരക്കുകയും ഞങ്ങൾക്ക് ധൈര്യവും സ്ഥൈര്യവും നൽകുകയും ചെയ്തവരാണ് നിങ്ങൾ. നിങ്ങളെ ഞങ്ങൾ മറക്കുകയില്ല. മനുഷ്യ സ്നേഹികളായ ഒരാളും മറക്കുകയില്ല. പെട്ടിപ്പാലത്ത് മിനിയാന്ന് ആദ്യം തീയിട്ടത് മഹാത്മാഗാന്ധിജിയെയാണ്. ആ മഹാത്മാഗാന്ധിജി ഞങ്ങളോടൊപ്പം കഴിഞ്ഞ 144 ദിവസമായി സമരപ്പന്തലിൽ ഞങ്ങളോടൊപ്പം ഇരിക്കുകയായിരുന്നു. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ ആദ്യം തെരഞ്ഞത് എവിടെ അബ്ദുൽ നാസർ എന്നായിരുന്നില്ല, എവിടെയാ ഗാന്ധിജി, പിടിക്കോളെ. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ആ ഗാന്ധിജിയാണ് ഞങ്ങൾക്ക് വേണ്ടി ആദ്യം ചുട്ടുകരിക്കപ്പെട്ടത്. ഞാൻ ഗാന്ധിജിക്ക് മരണാനന്തരം എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഈ സമരം ആരംഭിച്ചിട്ട് 142ാമത്തെ ദിവസമാണ് ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ പോലീസ് തമ്മാടിത്തം കാണിക്കാൻ വന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ സമരം ആരംഭിച്ചിട്ട് ഏറ്റവും വലിയ വിജയം ലഭിച്ച ദിവസമാണ് 142ാമത്തെ ദിവസം. പട്ടാപ്പകലാണ് ഞങ്ങൾ സമരം നടത്തിയത്. പാതിരാവിന്റെ മറവിലല്ല ഞങ്ങൾ സമരം നടത്തിയത്. പട്ടാപ്പകൽ 142 ദിവസമായി എന്റെ പ്രിയപ്പെട്ട അമ്മമാരും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും സഹോദരന്മാരും സഹോദരിമാരും ആ പന്തലിൽ പട്ടാപ്പകൽ ധീരമായി സമരം ചെയ്തു. 142 ദിവസവും വന്നില്ല. പുലർച്ചെ 4 മണിക്ക് സർവരും ഉറങ്ങിക്കിടക്കുമ്പോൾ വളരെ ധൈര്യപൂർവ്വം ശ്രീമാൻ ഷൗക്കത്ത് അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം അന്ന് വൈകുന്നേരം എന്നോട് ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ SIയുടെ ഓഫീസിലെ കസേരയിലിരുന്ന് എന്നോട് ചോദിക്കുകയാണ്, താങ്കൾ കരുതുന്നുണ്ടോ പോലീസിന് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് രാവിലെ വന്നത് എന്ന്? ഞാനൊന്നും മിണ്ടി, ഞാനൊരു ചിരി ചിരിച്ചു. അപ്പൊ അയാൾക്ക് തോന്നി ഇയാളോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അയാൾ എന്നെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കിയതാണ്. എന്റെ 48 വയസ്സിനിടയിൽ എന്റെ മുഖത്തടിച്ച ഒരേ ഒരു മനുഷ്യനാണ് ലോകത്തുള്ളത്. ഞാൻ എന്റെ സംസ്കാരം 2 മിനിറ്റേക്ക് മാറ്റിവെക്കുവാൻ നിങ്ങളുടെ അനുവാദം ചോദിക്കുകയാണ്. നായിന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഈ മുഖത്ത് എന്റെ അമ്മമാരും എന്റെ സഹോദരിമാരും എന്റെ സഹോദരന്മാരും കണ്ടു നിൽക്കെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്റെ അകത്തളത്ത് വെച്ച് മുഖത്തടിച്ച ശ്രീമാൻ ഷൗക്കത്ത് അലിക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നു. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, അയാൾ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. അയാളുടെ കയ്യെ എന്നെ മുഖത്തടിച്ചതിന്റെ പേരിൽ നീ നരകത്തിലേക്ക് അയക്കരുത്. അയാൾക്ക് മാപ്പ് കൊടുക്കും. കാരണം വിവേകം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഞങ്ങളോട് സ്റ്റേഷനിൽ വെച്ച് ഒരുപാട് ഡയലോഗുകൾ പറയുന്നതിനിടയ്ക്ക് 2 ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്റെ ഒരു സുഹൃത്ത് ചെവി കൊണ്ട് കേട്ടതാണ്. ഓ, ഇന്ന് ഡയലോഗ് കുറച്ച് കൂടുതലാണല്ലോ. അവർക്ക് പോലും അഭിപ്രായമില്ലാത്തവരാൾ അദ്ദേഹമാണ് ഞങ്ങളെ ഈ രാജിന്റെ മറവിൽ നിഷ്ഠൂരമായി കൈകാര്യം ചെയ്തത്.
കാലത്ത് 4:35 പോലീസ് പന്തലിലെത്തി തീയിടുന്നു എന്ന വിവരം കേട്ട് ഞാനും എന്റെ സുഹൃത്ത് മഹമ്മൂദ് ഓടി വരുന്നത്. അപ്പോഴേക്കും പന്തലിൽ രാത്രി കാവൽ നിൽക്കാറുണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജ്ജാദ് പന്തലിൽ ഹാജരുണ്ടായിരുന്നു. 4:30 പോലീസ് എത്തുമ്പോൾ എന്റെ സുഹൃത്ത് സജ്ജാദ് ഒറ്റയ്ക്ക് കസേരയിൽ ധീരനായി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരുപാട് അക്രമികൾ തയ്യാറെടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് ധീരമായി രാത്രിയും പുലർച്ചെയും കാവൽ നിൽക്കുന്ന ധീരന്മാരായ പുണ്യവാന്മാർ. ഒരുപാട് പോലീസ് വണ്ടികൾ ഒന്നിച്ചു വന്ന് അദ്ദേഹത്തെ പെട്ടെന്ന് പാഞ്ഞു പിടിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുപോയി, വലിയ വണ്ടിയിലിരുത്തി. അതിന്റെ തൊട്ടടുത്ത മിനിറ്റിലാണ് 4:32 ഞാനും സുഹൃത്തും ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുമ്പോഴേക്കും ഇവരെല്ലാം സന്നാഹം ഒരുക്കി. ഞാൻ ഉടനെ ഓടി പന്തലിലേക്ക്. എന്റെ പണി മാലിന്യ വണ്ടികൾ തടയലാണ്, പോലീസിനെ തടയലല്ല. ഞാൻ ഉടനെ ഓടി ട്രഞ്ചിങ് ഗ്രൗണ്ടിന്റെ മുമ്പിലേക്ക് വരാൻ വേണ്ടി ഓടി വരുമ്പോഴേക്കും 5-6 പോലീസുകാർ പാലത്തിന്റെ മുകളിൽ ചുറ്റുപാടിൽ ചാടി വീണു. അവരുപയോഗിച്ച വാക്കുകൾ ഞാൻ രണ്ടാമത് ഉപയോഗിക്കുന്നില്ല, കാരണം എനിക്ക് നിങ്ങളോട് വീണ്ടും ഒരു അനുവാദം ചോദിക്കാൻ പറ്റില്ല. എന്നിട്ട് അടിക്കാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ അടിക്കരുത്, ഞാൻ ഈ സമരസമിതിയുടെ ജനറൽ കൺവീനറാണ്, നിങ്ങൾ അടിക്കരുത്, ഞങ്ങൾ അക്രമികളല്ല. കേട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് മനുഷ്യന്മാരല്ല, ഇത് യന്ത്ര മനുഷ്യരാണ് വന്നത് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നില്ല. എന്റെ പാന്റിന് ഈ അരക്കെട്ടിന് താഴെ എവിടെയെല്ലാം അടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ രാത്രി കൊണ്ട് ആഞ്ഞടിച്ച ശേഷം എന്നെയും എന്റെ മഹമ്മൂദിനെയും അടിച്ച ശേഷം ജീപ്പിലേക്ക് വാരി വലിച്ചിട്ടു. ആദ്യം തന്നെ ചെയ്തത് എന്റെ 2 ഫോണുകളും കസ്റ്റഡിയിൽ എടുക്കുകയാണ്. എന്നിട്ട് ഞങ്ങളെ 2 ആളെ മാത്രം സ്പെഷ്യലായി തലശ്ശേരിയിലേക്ക് അയച്ചു. മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയ ഉടനെ പേര് പറയൂ, അവിടെ കാത്തു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു പേര് പറയാൻ സാധ്യമല്ല. അപ്പൊ പറയാണ്, അർദ്ധരാത്രി എവിടെ നിന്നോ പൊക്കിക്കൊണ്ടുവന്ന 4-5 ചെറിയ ചെറുപ്പക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നോട് പറയാണ് അവരുടെ കൂട്ടത്തിൽ പോയിരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കാനല്ല, ഞാൻ കസേരയിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കസേരയിൽ. അതിനുശേഷമാണ് എന്റെ ധീരരായ സഹോദരങ്ങൾ ഓരോന്നായി അറസ്റ്റ് വരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ടില്ല, നിങ്ങൾക്കറിയാം. അതിനിടയിലാണ് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് വന്ന ശേഷം ഷൗക്കത്ത് അലി എന്താണ് ഞാൻ വിശദീകരിക്കേണ്ടത് എനിക്കറിയില്ല, ഈ നാട്ടിൽ നടത്തിയത് അത് ചോദ്യം ചെയ്ത എന്റെ സഹോദരിമാരെ പോലീസ് എന്ത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ അറിയണം. എന്റെ ഭാര്യയും എന്റെ പെങ്ങളും എന്റെ നാട്ടുകാരും എന്റെ പ്രിയപ്പെട്ട സമര വളണ്ടിയർമാരും സ്ത്രീകൾ എന്നെ അടിച്ചതിനെ ചോദ്യം ചെയ്തപ്പോൾ എന്റെ ഭാര്യയെ അടിക്കാൻ ഷൗക്കത്ത് കൈ ഉയർത്തി. നിന്നെയും അടിക്കുമടി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പുരുഷ പോലീസ് ഒരു ജനകീയ സമരത്തിലെ വനിതാ പ്രവർത്തകരെ നിന്നെയും അടിക്കുമടി എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയിട്ട്, പക്ഷേ അയാൾക്ക് കൈ അടിക്കാൻ സാധിച്ചില്ല. ഞാൻ കരുതുന്നു പടച്ച തമ്പുരാൻ അയാളുടെ കൈ അങ്ങോട്ട് നീക്കിയില്ല, അവിടെ തടയുകയാണ് ചെയ്തത്. അതിനുശേഷം എന്റെ ഭാര്യയെയും പെങ്ങളെയും പ്രത്യേകമായി വനിതാ പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി എന്റെ പെങ്ങളെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പടിയുടെ മുമ്പിൽ നിർത്തി പിന്നിൽ നിന്ന് ഒരു തള്ളു കൊടുത്തു. 1.5 വയസ്സുള്ള അവളുടെ കൈക്കുഞ്ഞ് സഫ മുറ്റത്തേക്ക് തെറിച്ചു വീണു. ആ കുട്ടിയെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലാണ്. 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കാണാൻ സാധിക്കാത്ത കണ്ണില്ലാത്ത ഉമ്മൻചാണ്ടിയുടെ പോലീസ്. ഉമ്മൻചാണ്ടിക്കൊരു പേരുണ്ട്, ജനകീയ മുഖ്യമന്ത്രി. എന്ത് ജനകീയ മുഖ്യമന്ത്രി? എന്താണ് ഈ ജനകീയ മുഖ്യമന്ത്രി? കണ്ണും കാതുമില്ലാതെ 1.5 വയസ്സുള്ള പിഞ്ചോമന കുഞ്ഞിനെ തല്ലാനും എറിയുവാനും അധികാരം കൊടുക്കുന്ന പോലീസിന്റെ നായകനാണോ ജനകീയ മുഖ്യമന്ത്രി? എന്നിട്ട് ആ 2 സ്ത്രീകളെ മാത്രം 2 മണിക്കൂറോളം നേരം പോലീസ് ജീപ്പിൽ കയറ്റി വെളിയിൽ കൊണ്ടിട്ട് വെയിൽ കൊള്ളിച്ചു. അതിനുശേഷം അതിനിടയിലാണ് പുന്നോലിലെ ഒരുപാട് സംഭവങ്ങൾ നടന്നത്. അതിന് തൊട്ട് മുമ്പ് 4 വയസ്സുള്ള ഈ പിഞ്ചോമന മോൾ കഴിഞ്ഞ 5 മാസമായി ശുദ്ധവായുവിനും ശുദ്ധവെള്ളത്തിനും വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും ഒപ്പം പന്തലിൽ വന്നിരിക്കുന്ന ഈ മോൾ സ്കൂളിൽ ചേർത്തിയിട്ടില്ലാത്തത് കൊണ്ട് ഉമ്മ സമരത്തിന് വരുമ്പോൾ
ആ കുഞ്ഞിന് എവിടെ പോയി നിൽക്കാൻ കഴിയും? ആ കുഞ്ഞും സമരത്തിന് വരുന്നു. ഇന്നലെ ചിലർ ചോദിച്ചു, മറ്റു സമരങ്ങളിലൊന്നും ഇങ്ങനെ കൈക്കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാ അമ്മമാര് വരുന്നില്ലല്ലോ, ദേശാഭിമാനിക്കാരൻ ചോദിച്ചതാ പത്രസമ്മേളനത്തിൽ. അവൻ ഞാൻ പറഞ്ഞ സുഹൃത്ത് ഇങ്ങനത്തെ മനസ്സിലാവൂല. മറ്റു സമരങ്ങളല്ലേ ഇങ്ങനെ സ്പോൺസർ ചെയ്ത് നടത്തുന്ന സമരമല്ലേ, അത് സൗകര്യമുള്ള ആളുകൾ വരും. ഇതങ്ങനെയല്ല, ഉണ്ട്. പക്ഷെ ആ കമ്മ്യൂണിസം ഇന്നില്ല. ഈ ഞാൻ പറഞ്ഞു, സ്വന്തം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ വേണ്ടിയുള്ള സമരത്തിൽ ഒരു കുഞ്ഞുള്ള അമ്മക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ആ കുഞ്ഞിനെങ്കിലും ശുദ്ധവെള്ളം കൊടുക്കുവാൻ, ശുദ്ധമായി ശ്വസിക്കുവാനുള്ള അവസരം ലഭിക്കുവാനുള്ള സമരമാണ്. ഇപ്പോ ഷൗക്കത്ത് പറയുന്നു, ഈ കുട്ടികളുടെ ഒക്കെ അമ്മമാർക്കെതിരെ ബാലപീഡനത്തിന് കേസെടുക്കുമ്പോഴോ ബാലപീഡനത്തിന് കേസെടുക്കും. നമ്മുടെ അമ്മമാര് പറഞ്ഞു, എടുത്തോളൂ, നിങ്ങൾ എടുത്തോളൂ. വൈകുന്നേരം പറയാണ് പോലീസ് സ്റ്റേഷനിൽ, നിങ്ങളെല്ലാം ഇറങ്ങിപ്പോണോ. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വൈകുന്നേരം വരെ വെള്ളം കൊടുക്കാതെ ഇവിടെ ഇട്ട വനിതകളോട് പോലീസുകാർ പറയുകയാണ്, നിങ്ങളെല്ലാം ഇറങ്ങിപ്പോണോ. ഇവരെ ചാന്ദ്ര ഇറങ്ങിപ്പോന്ന്, നിങ്ങൾക്കെതിരെ കേസില്ല, നിങ്ങൾക്കെല്ലാം പോവാം. ഇവരെ നിങ്ങളെന്താ തമാശയാക്കുന്ന നമ്മളോ? 4 മണിക്ക് 5 മണിക്ക് പള്ളിയിൽ പോകുമ്പോ ആണുങ്ങളെയും വീട്ടിലിരുന്ന പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ട് 5 മണി വരെ കേസില്ല പോവാന്ന് പറയാ, പോവാൻ മനസ്സില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറി എന്ന പേരിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും, 6 മാസം തടവ് കിട്ടും. അത് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പറഞ്ഞു, നിങ്ങൾ കേസെടുത്തോളൂ, പ്രശ്നമില്ല എന്ന്. ഒടുവിൽ ഡിവൈഎസ്പി വല്ലാതെ ഹറാസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ ഈ സമരത്തിന്റെ വനിതാ നേതാവ് ജബീന ഇർഷാദ് പറഞ്ഞു, ഡിവൈഎസ്പിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന്, വനിതാ കമ്മീഷന് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷമാണ് അയാൾ അടങ്ങിയത്. പിന്നീട് അയാൾ വനിതകളുടെ നേരെ ആക്രോശിച്ചിട്ടില്ല. അതുവരെയും അവസരം കിട്ടുമ്പോഴെല്ലാം പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരുമല്ല, ചില പോലീസുകാർ, അത് CPIM-ന്റെ ഫ്രാക്ഷനിലുള്ള പോലീസുകാരാണ്. ഞങ്ങൾക്കറിയാം, CPIM പോലീസുകാരാണ്. അവരാണ് ഈ നെയിം പ്ലേറ്റ് അയച്ചു വെച്ചുകൊണ്ട് വെട്ടിപ്പാലത്ത് വന്ന് തല്ലാൻ ഏറ്റവും കൂടുതൽ ആവേശം കാണിച്ചത്. അവര് നിരന്തരം ഈ സ്ത്രീകളെ ഹറാസ് ചെയ്തു. എന്തെല്ലാം തരത്തിൽ ഹറാസ് ചെയ്തു അവരെ. എനിക്ക് പറയുവാനുള്ളത്, ഈ 4 വയസ്സുള്ള പിഞ്ചോമനയുടെ വയറ്റിൽ ലാത്തി കുത്തിക്കയറ്റിയ ആ പോലീസുകാരനോ പോലീസുകാരിയോ ഉണ്ടല്ലോ, മനുഷ്യത്വത്തിന് അപമാനമാണവർ. ഇതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണം. ഉമ്മൻചാണ്ടിയാണ് ഈ പിഞ്ചു കുഞ്ഞിന്റെ വയറ്റിൽ ലാത്തി കുത്തിക്കയറ്റാൻ ഈ ഷൗക്കത്തലിക്ക് ഓർഡർ കൊടുത്തത്. ഉമ്മൻചാണ്ടി ഇതിന്റെ പേരിൽ രാജിവെച്ചേ പറ്റൂ. കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു ജനകീയ സമരത്തിലും ഇതുവരെ ഈ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ഒരു കുഞ്ഞിനെ തല്ലിയിട്ടില്ല. ഷൗക്കത്ത് എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കുട്ടിയെ കൊണ്ടുവന്നത്? അതുകൊണ്ടല്ലേ കുത്തിയത്. അത് ശരി, അതെങ്ങനെ കുട്ടിനെ എന്ത് ചെയ്യും? ഞങ്ങൾ പട്ടായത്തിലിട്ട് കൂട്ടിയിട്ട് സമരത്തിന് വരാനോ? അല്ലെങ്കിൽ കുട്ടിയുള്ളവർ സമരം ചെയ്യണ്ട എന്ന് പറയാനോ? അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ചണ്ടന്മാരായിട്ട് കുട്ടികൾ ഇല്ലാതിരിക്കണം എന്നാണ് പറയുന്നതിനർത്ഥം. അതുകൊണ്ട് സമരം അതിന്റെ ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു. മെയ്യാണ് വിജയിക്കുവാൻ സാക്ഷിയായ ഇത് ഡിവൈഎസ്പി ഷൗക്കത്തലിയാണ്. 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടി പറയാതെ എനിക്ക് ഇത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ന്യൂമാഹി പോലീസ് സ്റ്റേഷനിലെ SI ബഹുമാനപ്പെട്ട ഷാജി പാണ്ഡ്യാന കഴിഞ്ഞ 5 മാസമായി ഏറ്റവും മാന്യമായി ഞങ്ങളോട് പെരുമാറിയ ഉദ്യോഗസ്ഥൻ. അതുപോലെ തന്നെ തലശ്ശേരിയിലെ എന്റെ പുറകിലിരിക്കുന്ന തലശ്ശേരി പോലീസ് CI വിനോദ് CI, ഏറ്റവും മാന്യനായ മനുഷ്യൻ. ഈ 2 മനുഷ്യന്മാരെ മറക്കാൻ ഈ സമരക്കാർക്ക് സാധിക്കുകയില്ല. ഒരു ഘട്ടത്തിൽ പോലും സമരത്തിനെതിരായി ആക്രോശമുയർത്തുവാനോ, ന്യൂമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പോലും ഒരു പോലീസ് വണ്ടി കഴിഞ്ഞ 5 മാസത്തിനിടയിൽ സമരപന്തലിന് മുന്നിൽ വന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വളരെ ദൂരെ നിർത്തി ഞങ്ങളെ വിളിക്കുകയാണ് പതിവ്. ആ മനുഷ്യത്വത്തെയും സംസ്കാരത്തെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യും. ഇതാണ് ഈ ഷൗക്കത്തലിയെ പഠിപ്പിക്കേണ്ട സംസ്കാരം. ഒരാഴ്ച മുമ്പ് ഡിവൈഎസ്പി ഓഫീസിൽ നൈറ്റ് പെർമിഷന് പോയപ്പോൾ ആ പോയ സമരപ്രവർത്തകരോട് ഡിവൈഎസ്പി പറഞ്ഞു, അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞേക്ക് ഭവിഷ്യത്തുകൾ നേരിടാൻ തയ്യാറാവേണ്ടി വരുമെന്ന്.
ഇപ്പൊ മുൻകൂട്ടി തയ്യാറാക്കിയ കാര്യമാണിത്, മുൻകൂട്ടി തീരുമാനിച്ച കാര്യമാണിത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. സമരം വിജയിക്കുന്നതുവരെ, അന്തിമമായി വിജയിക്കുന്നതുവരെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും അതിന്റെ അനുബന്ധ സംഘടനകളും പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് മാത്രം പറയുന്നു. ഈ സമരം സമാപിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സോളിഡാരിറ്റിയുടെ ജില്ലാ സെക്രട്ടറിയും സോളിഡാരിറ്റി ഐക്യദാർഢ്യ സമിതി അംഗവുമായ അജ്മൽ സാഹിബാണ് സംസാരിക്കുക. പേടിക്കേണ്ടതില്ല, മുഖത്തടിച്ച ഷൗക്കത്തിലെ കൊണ്ട് ജീവൻ സാഹിബിന് സല്യൂട്ട് അടിക്കുന്ന കാലം കേരളത്തിൽ ദൂരമില്ലാത്ത കാലം വരാനിട്ട് സമാപിക്കുന്നതിന് വേണ്ടി അജ്മലിനെ ആദർശിച്ചോളും. പ്രിയമുള്ളവരെ, പെട്ടിപ്പാലം ജനതയുടെ